ഹായ് ഫ്രണ്ട്സ്, മൈ തോട്ട്സ് ആൻഡ് യുവേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ജയറാം നായകനായ ഓസ്ലർ എന്ന മൂവിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. രൂപത്തിലും ഭാവത്തിലും മാറിയ ജയറാം, അതിഥി വേഷത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്ന മമ്മൂട്ടി, സംവിധായകനായി മിഥുൻ മാനുവൽ തോമസ്. ഓസ്ലറിൻ്റെ ഹൈപ്പിനെ ഇത് ധാരാളമായിരുന്നു. ആ പ്രതീക്ഷകൾ നിറവേറ്റുന്ന ചിത്രം തന്നെയാകുന്നു ജയറാം നായകനായി മെഡിക്കൽ ത്രില്ലറായി എത്തിയ ഓസ്ലർ. മിഥുൻ മാനുവൽ തോമസ് ജയറാം കൂട്ടുകെട്ടിൻ്റെ പുതിയ ചിത്രമായ എബ്രഹാം ഓസ്ലർ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാള സിനിമയിൽ ത്രില്ലർ ചിത്രങ്ങൾ നിരവധി വന്നിട്ടുണ്ടെങ്കിലും മെഡിക്കൽ ത്രില്ലർ എന്ന ഗണത്തിൽപ്പെടുത്താവുന്നവ വളരെ കുറവായിരിക്കും. പല സിനിമകളിലും ആശുപത്രിയും പരിസരവുമെല്ലാം കഥാപശ്ചാത്തലത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും സമ്പൂർണ്ണ മെഡിക്കൽ പരിസരം എന്നത് പിന്നെയും കുറവായിരിക്കും. ആ കുറവ് നികത്താനാണ് മിഥുൻ മാനുവൽ തോമസ് ജയറാമിനെയും കൂട്ടുപിടിച്ച് എബ്രഹാം ഓസ്ലർ എന്ന ചിത്രവുമായി എത്തിയത്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ലക്ഷണമൊത്ത മെഡിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഇമോഷണൽ ത്രില്ലർ എന്ന് വിളിക്കാം ഓസ്ലറിനെ. ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ എബ്രഹാം ഓസ്ലർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി ജയറാം എത്തുന്നത്. വ്യക്തിജീവിതത്തിൽ ചില തിരിച്ചടികൾ നേരിട്ട് ഔദ്യോഗിക ജീവിതവും ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന ഓസ്ലർക്ക് മുന്നിലേക്ക് അത്യന്തം ദുരൂഹത നിറഞ്ഞ ഒരു കേസ് എത്തുന്നു. അതിനു പിന്നിലെ ചുരുളഴിക്കാനായി അദ്ദേഹം നടത്തുന്ന അന്വേഷണമാണ് സിനിമയുടെ ആകെ തുക. കുറ്റാന്വേഷണ സിനിമകൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത കാലമാണിത്. പല ഭാഷകളിലായി തിയേറ്ററുകളിലും OTTയുമായി പലതരം കുറ്റാന്വേഷണ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഒരു കഥയും തിരക്കഥയും അവതരണ രീതിയുമെല്ലാം ചലച്ചിത്രകാരന്മാർക്ക് അവലംബിക്കേണ്ടി വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓസ്ലർ ഒരു വിജയം തന്നെയാണ്. തുടക്കത്തിലെ തന്നെ ഓസ്ലറിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നുണ്ട് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ്. മകൾക്ക് ഒരു പുരാണ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഓസ്ലർ. അക്കഥയാകട്ടെ ക്ലൈമാക്സിൽ നിർണായകമാവുകയാണ്. തുടക്കത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവവും കഥയിൽ നടക്കുന്നു. അത് ഓസ്ലറിന്റെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നു. ഒരു ത്രില്ലർ ചിത്രത്തിന് അനിവാര്യമായ എല്ലാ അപ്രതീക്ഷിത ചേരുവകളും ഓസ്ലറിൽ ആദ്യം മുതൽക്കേ തന്നെയുണ്ട്. ത്രില്ലറുകൾ പ്രേക്ഷകരിലേക്ക് അതേ തീവ്രതയോടെ എത്തിച്ചേർന്നിരിക്കുന്നു. കൊലപാതക പരമ്പരകൾക്ക് പിന്നാലെ പോകുന്ന സിനിമയാണ് ഓസ്ലറും. ആരാണ് കൊലയാളി എന്നും കൊലപാതകങ്ങൾ എന്തിനാണ് ചെയ്തത് എന്നതിലും ഉപരിയായി കേവലം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എന്നത് മറികടന്ന് മെഡിക്കൽ ത്രില്ലറായി മാറുന്നു ഓസ്ലർ. ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു നിർണായക ചോദ്യത്തിൽ മനസ്സ് കോർത്ത് നടക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഓസ്ലറുടെ നായകൻ എന്ന പ്രത്യേകതയുമുണ്ട്. അടിത്തറയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് സിനിമ ഉത്തരങ്ങൾ നേടുന്നത് എന്ന നിലയ്ക്കാണ് ഓസ്ലർ പ്രേക്ഷകനെ വിശ്വസനീയമായി തോന്നുന്നതും. കബളിപ്പിക്കുന്ന കൺകെട്ടുകളിലൂടെ വഴിതെറ്റിക്കുന്ന സിനിമാ കാഴ്ചയല്ല ഓസ്കർ. കഥയുടെ ഓരോ ഗതിയും സംഭവിച്ചത് എന്തെന്ന് ഓസ്ലറിൻ്റെ പ്രേക്ഷകനെ വിശ്വസനീയമായി ധരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ എന്ന പ്രേക്ഷക ചോദ്യങ്ങൾക്ക് ബുദ്ധിപരവും സമർത്ഥവുമായ ഉത്തരങ്ങൾ ആസ്വാദ്യകരമായി ഓസ്ലർ ഓരോ ഘട്ടത്തിലും നിരത്തുന്നുണ്ട്. ലീഡുകൾ തേടിപ്പോകുന്ന ഉദ്യോഗസ്ഥനാണ് ആദ്യ പകുതിയിൽ ഓസ്ലറിൽ. ഒന്നിനൊന്ന് കോർത്തുള്ള ലീഡുകൾ ഒടുവിൽ കുറ്റവാളിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനായ നായകനെ എത്തിക്കുന്നു. കുറ്റവാളിയുടെ സാമർത്ഥ്യങ്ങൾക്കപ്പുറത്തെ വൈകാരികമായ കഥാപശ്ചാത്തലത്തിനാണ് ഓസ്കറിൽ പ്രാധാന്യം കൂടുതൽ. വൈകാരികമായ പശ്ചാത്തലം കുടുംബ പ്രേക്ഷകരെ സിനിമയോട് ചേർത്ത് നിർത്തുന്നതിനും ഉപകരിക്കും. ഓസ്ലർ ലക്ഷണമൊത്ത ത്രില്ലറായി മാറുന്നത് സംവിധായകൻ്റെ കയ്യൊതുക്കമുള്ള ആഖ്യാനത്തിലാണ്. കാര്യങ്ങൾ വിശദീകരിച്ചും സസ്പെൻസ് നിലനിർത്തിയുമെല്ലാം സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ഓസ്ലറിനെ എല്ലാ വിഭാഗം പ്രേക്ഷകരുടെയും ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്നതിൽ വിജയിക്കുന്നു. സ്പൂൺ ഫീഡിംഗ് ചിലയിടത്ത് അനുഭവപ്പെട്ടേക്കാമെങ്കിലും സിനിമ ആസ്വാദ്യകരമായി പ്രേക്ഷകരിലേക്ക് എത്താൻ ആ വിശദീകരണങ്ങൾ അനിവാര്യമായിരുന്നിരിക്കാം. തിരക്കഥയിലെ വിശ്വസനീയതയും ഓസ്ലറിനെ എഴുത്തുകാരനുമായ സംവിധായകൻ മിഥുൻ മാനുവൽ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. വേഷപ്പകർച്ചയിൽ വിസ്മയിപ്പിക്കുന്ന ഒരാൾ ജയറാമാണ്. തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷകളുമായി ജയറാം ഏറ്റെടുത്ത സിനിമയിലെ നായകൻ ഓസ്ലർ നിരാശപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, ചലനങ്ങളിൽ പോലും ആവർത്തനങ്ങളെ മറികടന്ന് പുതിയ കാലത്തിൻ്റെ നടനായിരിക്കുന്നു. ശരീരഭാഷയിലും നടൻ ജയറാം ഓസ്ലർ സിനിമയിൽ പുലർത്തിയ നിഷ്കർഷ ആ നായക കഥാപാത്രത്തിൻ്റെ മികവിനെ അടയാളപ്പെടുത്തുന്നു. പക്വതയാർന്ന പ്രകടനത്താൽ ഓസ്ലറിലെ നായക കഥാപാത്രത്തിലെ വിവിധ മാനസിക അടരുകളെ അതേ തീവ്രതയോടെ പതർച്ചയില്ലാതെ പകർത്താൻ ജയറാമിന് സാധിച്ചിരിക്കുന്നു. ആരാണ് ഓസ്ലറിൽ മമ്മൂട്ടി എന്ന് പറയുന്നത് ആസ്വാദനത്തെ ബാധിച്ചേക്കാം. എന്നാൽ മമ്മൂട്ടിയുടെ ആ സാന്നിധ്യത്തെ പരാമർശിക്കാതിരിക്കാനും വയ്യ. താരഭാരമില്ലാതെ ഓസ്ലറിൽ മമ്മൂട്ടിക്ക് മൊത്തം കഥാഗതിയിൽ ചേർന്ന് നിൽക്കാനാകുന്നു എന്നത് ആ നടൻ്റെ വേറിട്ട വഴിനടത്തത്തിന് മറ്റൊരു ഉദാഹരണമാകുന്നു. ചലനങ്ങളിലും അത്ഭുതപ്പെടുത്തി ജഗദീഷും. ജയറാം സിനിമയിൽ നിർണായക വേഷത്തിൽ എത്തുമ്പോൾ സെന്തിൽ കൃഷ്ണ, അനശ്വര രാജൻ തുടങ്ങിയവരൊക്കെ ഓസ്ലറിൽ പ്രധാനമാണ്. തേനി ഈശ്വറിൻ്റെ ക്യാമറ നോട്ടവും സിനിമയുടെ മൊത്തം സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. തേനി ഈശ്വറിൻ്റെ ബുദ്ധിപൂർവ്വമുള്ള ഛായാഗ്രഹണം ഓസ്ലറെ ഒരു ക്രൈം ത്രില്ലർ എന്ന നിലയിൽ ചടുലമാക്കുന്നു. മിഥുൻ മുകുന്ദനാണ് ഓസ്ലറിൻ്റെ താളം. ഓസ്ലർ മിഥുൻ മുകുന്ദൻ്റെ പശ്ചാത്തല സംഗീതത്താലാണ് എൻഗേജിംഗ് ആവുന്നത്.